ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ പറമ്പിൽ എന്നൊക്കെ ഉള്ളതെന്നുള്ളത് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആ വീണ് കിടന്ന സംഭവം എന്നാന്ന് പറയുക, കാരക്കാന്ന് പറയും കേട്ടോ. കാരക്ക പൂത്ത് ഉണ്ടായിട്ടില്ല, പൂക്കണേ ഉള്ളൂ കേട്ടോ. പക്ഷെ അതിങ്ങനെ വീടിന് മുറ്റത്തിങ്ങനെ കിടക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കാരക്ക പൂത്ത് കഴിയുമ്പോൾ കുറേ പൂക്കും, ഒരു മരം നിറയെ പൂക്കും. പക്ഷേങ്കിൽ കുറച്ചേ ഉണ്ടാകത്തുള്ളേ. പിന്നെ നമ്മുടെ ജാതി, ഇത് നമ്മുടെ കറുക, പിന്നെ നമ്മുടെ കാന്താരി, എല്ലായിടത്തും ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിലും ഉള്ളൂ. പിന്നെ ആണെങ്കിലും നമ്മുടെ വാഴ, പിന്നെ മത്തൻ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം കേട്ടോ. മത്തങ്ങയത് ഇത് കാപ്പിക്കുരുവാണ് കേട്ടോ. കാപ്പിക്കുരു ഉണ്ടായി വന്നുള്ളേ, കുറവാന്ന് തോന്നുന്നു. അത്യാവശ്യമുണ്ട്. നമ്മൾക്ക് ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു പണ്ട് കേട്ടോ. ഇത് പിന്നെ ചാമ്പവരാണ്. പിന്നെ ഇത് മാങ്ങയല്ല, മാവ്, മാംഗോസ്റ്റീൻ, പിന്നെ ആണെങ്കിൽ പേരറിയില്ലാത്ത എന്നാണ്ടൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ നിൽക്കുന്നതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്തോ ഒരു ഫ്രൂട്ട്. പിന്നെ വീട് നിറയെ പേരയാണ് കേട്ടോ. പക്ഷെ നമുക്ക് കാര്യമായിട്ട് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വവ്വാൽ അപ്പടി കൊണ്ടുപോകും, ഇതറിയാലോ. പിന്നെ പപ്പായ, ഇരുമ്പുളി, പിന്നെ നമ്മുടെ മാതളമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എടുക്കാനായിട്ടുള്ള നമുക്ക് പറ്റിയില്ല. അതേപോലെ ഇരുമ്പുള്ളിയുടെ സീസണും അല്ല കേട്ടോ ഇത് നമ്മുടെ ലവലോലിക്കയാണ് കേട്ടോ. ലവലോലിക്ക. പിന്നെ നമ്മുടെ കുടംപുളിയാണ്. അപ്പോഴാണെങ്കിൽ അത് താഴെയെല്ലാം ചാടിയിട്ടൊന്ന് ഉണങ്ങാനായിട്ട് നിർത്തിയേക്കണേ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മത്തൻ ഇഷ്ടംപോലെ ഉണ്ടെന്ന്. അത് ഈ കാണുന്ന കേട്ടോ നമ്മുടെ മത്തങ്ങ, ഇഷ്ടംപോലെ മത്തനുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആന്തൂറിയാണ് കേട്ടോ. ചുമ്മാ ഒരു ഫോട്ടോ എടുത്തെന്നുള്ളേ. പിന്നെ നമ്മുടെ റോസാപ്പിള്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലെ.